നമ്മൾക്കത് NPK എന്ന് പറയും. ഇത് ഭാര്യ എറിയുന്നു. സാധാരണ കർഷകർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് രാസവളം അപ്ലൈ ചെയ്താൽ ഒരുപാട് നേട്ടം ഉണ്ടാവുന്നതാണ്, ഒരുപാട് ലാഭം ഉണ്ടാവുന്നതാണ്. തെറ്റാണ്. എത്രത്തോളം രാസവളം നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമോ അത്രത്തോളം മണ്ണിൻ്റെ ഘടന നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ സോയിൽ സയൻസിൽ വർക്ക് ചെയ്തത്. മണ്ണിൻ്റെ pH മാറും, മണ്ണിൻ്റെ ഘടന മാറും, അതിൽ അസിഡിറ്റി ആൽക്കലി തമ്മിലുള്ള ബാലൻസ് തെറ്റും. അപ്പോൾ എന്ത് പറ്റും? പൊതുവെ കുറച്ച് ദിവസം ആദ്യത്തെ കിട്ടും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കർഷകർക്ക് ഭയങ്കര കംപ്ലൈൻ്റാണ്. ഒരുപാട് കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് ഒരു കീടനാശിനി ഇല്ല. പക്ഷെ കീടനാശിനി ഉപയോഗിക്കാതിരിക്കാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റിനകത്തുണ്ട്. അതാണ് അഗ്രി പ്രൊട്ടക്ട്. ഞാൻ ആ പ്രൊട്ടക്ട് എന്ന പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത, കീടനാശിനി വേണ്ട. ഈ കമ്പനി എങ്ങനെ കീടനാശിനിയെ നിർത്താമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഡ്ജുവൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഇഷ്ടം പോലെ വളങ്ങളുണ്ട്, മണ്ണിൽ ഇഷ്ടം പോലെ ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ ഈ ചെടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ വേരിന് ഇതിനെ വലിച്ചെടുക്കാൻ കഴിയണം. ആ ചെടിയുടെ വേരിന് ഇതിനെ വലിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ മണ്ണിൽ ഈർപ്പം ഉണ്ടാവും. ഈർപ്പം നിലനിർത്തണം. ഇപ്പം അഡ്ജുവൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് കൂട്ടും. ഈർപ്പം, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എല്ലാം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ അഡ്ജുവൻ ടെക്നോളജി. ലോകത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് അഡ്ജുവൻ ടെക്നോളജി. അഡ്ജുവൻ ടെക്നോളജിയിലാണ് വികസിത രാജ്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്താണ് ബയോടെക്നോളജി. നമുക്കറിയുന്നതാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ബയോടെക്നോളജി പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് ഒരുപാട്, ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് കേരളത്തിൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്. കർഷകരെ ട്രെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഈ ടെക്നോളജി എന്തിനാണ്? ഈ ടെക്നോളജി നമ്മൾ രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പകരം രാസവളത്തിൻ്റെ ഉപയോഗം കുറച്ച് മണ്ണിൻ്റെ ഘടനയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈൽഡ് കൂട്ടുക, കൃഷി വിളവ് കൂട്ടുക. അതിനാണ് ബയോടെക്നോളജി പ്രോജക്റ്റ്. കൂടാതെ നാനോ ടെക്നോളജി. നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മണ്ണിലുണ്ട്. മണ്ണിൽ സൂക്ഷ്മ ജീവികളുണ്ട്, മണ്ണിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ പച്ചക്കറി കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ പച്ചക്കറി കഴിക്കുന്നത്? അതായത് നമ്മൾക്ക് വേണ്ട മിനറൽസ് നമുക്ക് മണ്ണ് തിന്നാൻ പറ്റില്ല. നമ്മൾക്ക് വേണ്ട മിനറൽസ്, നമ്മുടെ ബോഡിക്ക് വേണ്ട മിനറൽസ് അതൊക്കെ വളരെ കുറച്ച് മതി. നമ്മുടെ ബോഡിയിൽ കാൽസ്യം വേണം, അതൊരു മിനറൽ. നമ്മുടെ ബോഡിയിൽ നമുക്കൊരു അയൺ വേണം. നമ്മുടെ ബോഡിയിൽ പല നമുക്ക് ഏതാണ്ട് 70ഓളം മിനറൽസ് വേണം നമ്മുടെ ബോഡിയിൽ. പക്ഷെ നമുക്കിതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് പറ്റി? ഈ പച്ചക്കറികൾ അതിനുള്ളൊരു സോഴ്സാണ്. പച്ച ഇലകളും പച്ചക്കറികളിലാണ് ദൈവം നമുക്ക് മിനറൽസിനെ തരുന്നത്. നമ്മൾ എത്ര പച്ചക്കറി കഴിക്കുന്നുണ്ട്, എത്ര പഴം കഴിക്കുന്നുണ്ട്, എത്ര ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. കഴിക്കാൻ പേടിയാണ്. എന്താണ്? നമുക്കെന്ന് അറിയാം, ഇതിലെല്ലാം തന്നെ കീടനാശിനികൾ. നമ്മൾ ഇന്ന് കഴിക്കുന്ന ആപ്പിൾ 6 മാസം മുമ്പ് ഹാർവെസ്റ്റ് ചെയ്ത, 6 മാസം മുമ്പ് പറിച്ച ആപ്പിളിനെ അവർ വീണ്ടും കോൾഡ് സ്റ്റോറേജിൽ വെച്ച് -20 വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ 6 മാസം കഴിയും. കഴിഞ്ഞ സീസണിൽ കാശ്മീരിൽ ഹാർവെസ്റ്റ് ചെയ്ത ആപ്പിളാണ് നമ്മൾ ഈ സീസണിൽ കഴിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം നമ്മളൊരു കൺസ്യൂമബിൾ സ്റ്റേറ്റ് ആണ്. ഇവിടെ പ്രൊഡക്ഷനില്ല. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ടെക്നോളജി, ഞാൻ ഒന്നുകൂടെ പറയാം, അഡ്ജുവൻ ടെക്നോളജി, ബയോടെക്നോളജി, നാനോ ടെക്നോളജി. ഇന്ന് വികസനം. ഇന്ന് ഞങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിരുന്നു, UK. ഞങ്ങൾ പോയ സമയത്ത് അവിടെ നമ്മളൊക്കെ മരം മുറിച്ച് മാറ്റുന്നുണ്ട്. UK 30 മില്യൺ മരങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം അവർ വെച്ചുപിടിപ്പിച്ചത്. കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അപ്പോൾ പ്രകൃതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ശിക്ഷയാണ്. ഒരു സാധനം പ്രകൃതിയിൽ വലിച്ചെറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. ഹലോ, അപ്പോൾ എന്തുമാത്രമാണ് ആ രാജ്യം ഇത്രയൊരു ഡെവലപ്പ് കൺട്രി ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ബേസിക്കായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഈ പ്രോഡക്റ്റിൻ്റെ പല പേരും, ചില പ്രോഡക്റ്റിൻ്റെ പ്രൊട്ടക്റ്റ് എന്ന പേര് ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിന് ഒരു കാര്യം പറയാം, ഇമ്മ്യൂണിറ്റി നമ്മൾ പറയാറുണ്ട്. എന്താണ് ഇമ്മ്യൂണിറ്റി? രോഗപ്രതിരോധ ശേഷി. എപ്പോഴാണ് നമുക്ക് അവയർനെസ് ഉണ്ടായത്? കോവിഡ് വന്നതിന് ശേഷം അല്ലേ? അതുവരെ നമ്മൾ എത്ര അലക്ഷ്യമായിട്ട് നടന്നിരുന്നത്. തോന്നുന്ന ആഹാരം കഴിക്കും, തോന്നുമ്പോൾ എവിടെയും പോകും. പക്ഷെ കോവിഡ് നമ്മളെ പഠിപ്പിച്ച പാഠം എന്തായിരുന്നു? ഇമ്മ്യൂണിറ്റി. വളരെ 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 സൂക്ഷിക്കണം. ആ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരില്ല. ഈ അഗ്രികൾച്ചർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കമ്പനിക്ക് ഇനിയൊരു ഡിവിഷനുണ്ട്. അതിനെക്കുറിച്ചും കൂടെ നിങ്ങൾ പഠിക്കണം. അതിന് വെൽനസ് എന്നാണ് പറയുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്ന രോഗങ്ങൾ രോഗാണു പരത്തുന്ന അസുഖങ്ങളായിരുന്നു.
ഇന്ന് രോഗമാണ് പറയുന്ന അസുഖങ്ങളല്ല നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ വിളിക്കാൻ ജീവിതശൈലി രോഗം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. ആ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസും ഇല്ല. ചെടികളെ പോലെ തന്നെ വയറ് നിറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ വന്നാൽ എപ്പോഴും അറിയാം ആഹാരപ്രിയരാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ എൻ്റെ ഓരോ സമയത്ത് ഓരോ ഹോട്ടലിൽ കൊണ്ടുപോകും. വിവിധ ഇനത്തിലുള്ള ഭക്ഷണപ്രിയരുമാണ്, ആൾക്കാരെ കൂട്ടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ സംഭവിച്ചതാണ് നമുക്കിന്ന് വയറ് നിറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ് മിനറൽസും പ്രോട്ടീൻസും കിട്ടുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? പണ്ടത്തെ ആൾക്കാർക്ക് 70-ലും 80-ലും വരുന്നിരുന്ന അസുഖം നമുക്ക് 25-ലും 26-ലും വരാൻ തുടങ്ങി. പ്രമേഹം എന്ന് വിളിക്കുന്നത്.